ഹായ്, നമ്മൾ ഈ വീഡിയോയിൽ മെയിനായിട്ട് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എമർജൻസി ചാർജർ, ഫോൺ ചാർജറാണ് ചെയ്യാൻ പോകുന്നത്. കാരണം നമുക്കറിയാം ഇനി അങ്ങോട്ട് മഴയാണ്, ചിലപ്പോൾ 1-2 ദിവസങ്ങളിൽ കറണ്ട് കിട്ടിയില്ല എന്ന് വരും. അപ്പോൾ എമർജൻസി സിറ്റുവേഷനിൽ നമ്മൾ ഫോൺ വിളിക്കാൻ നോക്കുമ്പോൾ ചിലപ്പോൾ ഫോണിൽ ചാർജ് ഉണ്ടായില്ല എന്ന് വരും. അപ്പോൾ അങ്ങനത്തെ കേസിൽ നമ്മളെ ഫോണിനെ ഒന്ന് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എമർജൻസി ചാർജർ നമുക്ക് ആവശ്യമാണ്. ഇനി അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ അല്ലെങ്കിൽ മുൻ വർഷത്തെ പോലെ ഫ്ലഡോ കാര്യങ്ങളോ ഉണ്ടായാലും നമുക്ക് വളരെ അത്യാവശ്യമായിട്ട് ഫോൺ ചാർജ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ ഈ ഒരു സാധനം നമ്മൾ വളരെയധികം ഉപകാരപ്പെടും. ഇപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ചെയ്തു വയ്ക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം വേണ്ടത് ഒരു കാർ ലൈറ്റർ USB ചാർജറാണ്. അതിന് ഏകദേശം 10-200 രൂപയുടെ ഉള്ളിലാണ് അതിൻ്റെ ചിലവ് വരുള്ളൂ. ആ ഒരു സാധനം വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ എമർജൻസി സിറ്റുവേഷനിലൊക്കെ നമുക്ക് നമ്മളുടെ ഫോൺ ചാർജ് ചെയ്യാൻ സാധിക്കും. നമ്മളുടെ വീട്ടിൽ ബൈക്കോ അല്ലെങ്കിൽ ഒരു 12 വോൾട്ട് സപ്ലൈയോ ഉണ്ടെങ്കിൽ, വല്ല ബാറ്ററിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചാർജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ബൈക്കാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് എങ്ങനെയെന്നുള്ളതാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ആ ചാർജർ എങ്ങനെ ചെയ്യാമെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഒരു കാർ ലൈറ്റർ USB ചാർജർ, പിന്നെ നമുക്ക് വേണ്ട 2 വയറാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് ഒറ്റ സെറ്റ് വയറാണ്. അതിനകത്ത് 2 വയറുണ്ട്. ദെൻ ഒരു സ്ട്രിപ്പർ അല്ലെങ്കിൽ ഒരു നൈഫോ കാര്യങ്ങളോ വയറിൻ്റെ ഇൻസുലേഷൻ കളയാൻ, പിന്നെ ഒരു കട്ടിംഗ് പ്ലെയർ, പിന്നെ ഒരു സെല്ലോ ടേപ്പ് കാര്യങ്ങൾ എടുക്കുക, പിന്നെ ഒരു USB കേബിളും എടുക്കുക. ഇനി നമ്മൾ ഇതിനകത്ത് ഈ കാണുന്നതാണ് നമ്മളുടെ ചാർജർ. അതിനകത്ത് ഈ കാണുന്ന ടെർമിനൽ കണ്ടല്ലോ. ഇപ്പോൾ ഞാനിപ്പോൾ ഈ കാണിക്കുന്ന ഭാഗമാണ് നെഗറ്റീവ്, ഇതിൻ്റെ നെഗറ്റീവ്. ഇത് 2 സൈഡിലുണ്ട്. പിന്നെ ആ സെൻറ്ററിൽ കാണുന്ന ആ പോയിൻ്റാണ്, ഈ കാണുന്ന പോയിൻ്റാണ് പ്ലസ്. പിന്നെ ഇത് USB പോർട്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഈ വയറിൽ ബ്ലാക്ക് വയർ ഞാൻ മൈനസ് ആക്കിയിട്ടും റെഡ് വയർ പ്ലസ് ആക്കിയിട്ടുമാണ് എടുക്കുന്നത്. അപ്പോൾ ബ്ലാക്കാണ്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബ്ലാക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ വേറെ കളർ വയറാണെങ്കിൽ ഏതാണെങ്കിലും അതിനെ മൈനസ് ആക്കിയിട്ട് കൺസിഡർ ചെയ്യാം, മറ്റേനെ പ്ലസ് ആക്കിയിട്ടും കൺസിഡർ ചെയ്യാം. ഇനി ഞാൻ പറഞ്ഞു നമ്മൾ ഇതിനകത്ത് 2 പോർട്ട് ഉണ്ടെന്ന്. നമ്മൾ ഇനി അതിലേക്കാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, കണക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിലാദ്യം നമ്മൾ മൈനസ് കൊടുക്കാൻ പോവാണ്. അപ്പോൾ മൈനസ് ഞാൻ എന്ത് ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യുക, ആ 2 മൈനസ് ടെർമിനലുകൾ ഉണ്ടാവും. അതുമേ ആ 2 ടെർമിനലിലും ടച്ച് ചെയ്യുന്ന രീതിയിൽ നന്നായിട്ട് എന്ത് ചെയ്യുക, കണക്റ്റ് ചെയ്യാം. അപ്പോൾ ഈ കാണുന്ന പോലെ എന്ത് ചെയ്യുക, നന്നായിട്ട് കണക്റ്റ് ചെയ്ത് കൊടുക്കുക. നല്ല ടൈറ്റ് ആയിരിക്കണം. നല്ല ടൈറ്റ് ആവാൻ വേണ്ടി കട്ടിംഗ് പ്ലെയർ ആയിട്ട് പറ്റുമോ നന്നായിട്ട് എന്ത് ചെയ്യുക, ടൈറ്റ് ചെയ്യാം. ആണോ ഈ രീതിയിൽ ഈ പോയിന്റിലും ഇപ്പോൾ ആ കോപ്പറിൻ്റെ ഭാഗം എന്തായി, ടച്ചായി. അപ്പോൾ നമ്മൾ മൈനസ് എന്ത് ചെയ്തു, കണക്ട് ചെയ്തു. ഇനി നമ്മളൊരു സെല്ലോ ടാപ്പോ അല്ലെങ്കിൽ ഇൻസുലേഷൻ ടാപ്പോ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, അതിനെ കറക്റ്റായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഈ രീതിയിൽ നല്ല ടൈറ്റായിട്ട് എന്ത് ചെയ്യുക, ടാപ്പ് ചെയ്തിട്ട് കൊടുക്കുക. നമ്മൾ പ്ലസ്സാണ്. പ്ലസ്സും ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യുക, ആ സെൻറ്റർ പോയിന്റിൽ വെച്ചിട്ട് എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് ടൈറ്റൻ ചെയ്യുക. കട്ടിംഗ് പ്ലെയർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് എന്ത് ചെയ്യുക, ടൈറ്റ് ചെയ്യുക. ടൈറ്റ് ചെയ്തിട്ട് അതിലും ഒരു ടാപ്പ് എന്ത് ചെയ്യണം, നമ്മൾ ഒട്ടിക്കണം. അതും പോരാതിരിക്കാൻ വേണ്ടിയിട്ടൊരു ടാപ്പ് എന്ത് ചെയ്യുക, ഒട്ടിച്ചെടുക്കുക. നല്ല കോണ്ടാക്റ്റ് കിട്ടുന്ന രീതിയിൽ ടൈറ്റ് ആക്കിയതിന് ശേഷം ഒരു ടാപ്പ് ഒട്ടിച്ചു കൊടുക്കുക. ഇനി 2 കേബിളും വല്ലാതെ ഇളകാത്ത രീതിയിൽ നല്ല രീതിയിൽ എന്ത് ചെയ്യുക, കറക്റ്റ് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിങ്ങനെ നമ്മൾ അങ്ങോട്ട് പിടിച്ചിളക്കുമ്പോഴൊന്നും ഇളകാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് വെച്ചിട്ട് എന്ത് ചെയ്യുക, 2 കേബിളിനും കൂടി വെച്ചിട്ട് ഒപ്പം എന്ത് ചെയ്യുക, നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുക.
ഇത് സോൾഡറിങ് ആണോ മറ്റോ ഉള്ള ആൾക്കാരാണെങ്കിൽ സോൾഡർ ചെയ്ത് കൊടുക്കുകയാണോ ഒന്നുകൂടി ബെറ്റർ. അങ്ങനെയാണെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അവിടെ എന്ത് ചെയ്യും നിൽക്കും. അപ്പോൾ ഞാനിപ്പോൾ ഇത് എല്ലാവർക്കും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ കാണിച്ചത്. സോൾഡറിങ് ആണോ മറ്റോ ഉണ്ടെങ്കിൽ അതാണ് ഒന്നുകൂടി സേഫ്. അവിടെ തന്നെ കറക്റ്റായിട്ട് അത് നിന്നോളും. ഈ രീതിയിൽ നമ്മൾ എന്ത് ചെയ്തു, കണക്ട് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത്, നമ്മൾ എമർജൻസി സിറ്റുവേഷനിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇത് പവർ കൊടുക്കണ്ടേ, ഇതിലേക്കൊരു പവർ കൊടുക്കണം. ഇതിലേക്കുള്ള സപ്ലൈ എന്ന് പറയുന്നത് 12 വോൾട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് 12 വോൾട്ട് ബാറ്ററി ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. ഇനി അതല്ലെങ്കിൽ ഞാൻ ഏറ്റവും എളുപ്പത്തിൽ പറയാൻ പോകുന്നത് ഇതാണ്, നമ്മൾ ബൈക്കിലെ ഹോണിൻ്റെ കണക്ഷൻ. ഇതിപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ ഒരു ഇതൊക്കെ ബൈക്ക് ഉണ്ടാവും. ആ ബൈക്കിലെ ഹോണിൻ്റെ കണക്ഷനിൽ ഒരു പ്ലസ്സും ഉണ്ടാവും, ഒരു മൈനസും ഉണ്ടാവും. അപ്പോൾ ഇതിനകത്ത് ഏതാണ് പ്ലസ് ഏതാണ് മൈനസ് എന്ന് നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പോയിൻ്റ് നമ്മൾ അതിൽ നിന്ന് എടുക്കുക, ആ പോയിൻറ്റിലേക്ക് നമ്മൾ പ്ലസ് കണക്ട് ചെയ്യുക. പ്ലസ് കണക്ട് ചെയ്തിട്ട് മറ്റേ പോയിൻ്റ് ഈ ബൈക്കിൻ്റെ ഈ ഫോർക്കിലേറ്റ് തട്ടിച്ചു കൊടുക്കുക. സസ്പെൻഷൻ കണ്ടില്ല, സസ്പെൻഷൻ്റെ മെറ്റൽ ബോഡിയിൽ തട്ടിച്ചു കൊടുക്കുമ്പോൾ ഇതേപോലെ ഇൻഡിക്കേഷൻ കത്തുകയാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം അവിടെ എന്താണ് അത്, ആ നിങ്ങൾ കൊടുത്തത് റെഡിൽ കൊടുത്തത് പ്ലസ് തന്നെയാണ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം. അതുപോലെ കത്തുകയാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം റെഡിൽ കൊടുത്തത് പ്ലസ് തന്നെയാണ്. അല്ല അവിടെ കൊടുക്കുമ്പോൾ കത്തണില്ല എന്നുണ്ടെങ്കിൽ ആ റെഡ് എടുത്തിട്ട് മറ്റേ എന്താണ് കണക്ടറിൽ എന്ത് ചെയ്യുക, കൊടുക്കുക. ബ്ലാക്ക് എപ്പോഴും നമ്മൾ ഇതേപോലെ ബൈക്കിൻ്റെ ഏതെങ്കിലും മെറ്റൽ ബോഡി ഭാഗത്ത് എന്ത് ചെയ്യുക, ടച്ച് ചെയ്ത് വയ്ക്കുക. ബ്ലാക്ക് അതിലേക്ക് എന്ത് ചെയ്യരുത്, കൊടുക്കരുത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് പ്ലസും മൈനസും കിട്ടാൻ ബുദ്ധിമുട്ടാവും. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ എന്ത് ചെയ്യുക. അങ്ങനെ അത് പോർട്ട് കൺഫേം ആയി കഴിഞ്ഞാൽ ബ്ലാക്ക് നമ്മൾ എവിടെയെങ്കിലും കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, ഈ രീതിയിൽ ടാപ്പ് ചെയ്ത് വെക്കുക. ടാപ്പ് ചെയ്ത് വെച്ചതിന് ശേഷം ബ്ലാക്ക് വയ്ക്കുക. അപ്പോൾ നമുക്ക് പവർ അവിടെ എത്തുകയായിട്ട് എന്ത് ചെയ്യും, കാണും. ഇപ്പോൾ എല്ലാ ബൈക്കിലും ഇതേ രീതിയിൽ നമുക്ക് പ്ലസ് കിട്ടിക്കോളണമെന്നില്ല. അപ്പോൾ ചില ബൈക്കിലൊക്കെ ഹോണിൻ്റെ പ്ലസ്സിലായിരിക്കും സ്വിച്ച് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ എൻ്റെ ഈ വണ്ടിയിൽ ഹോണിൻ്റെ നെഗറ്റീവിലാണ് സ്വിച്ച് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ചില ബൈക്കിൽ ഇങ്ങനെ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ കേസിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ആ ഹോണിൻ്റെ ബട്ടൺ ഒന്ന് വല്ല റബ്ബർ ബാൻഡ് ഇട്ടിട്ട് കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, ടൈറ്റ് ചെയ്ത് ഓണാക്കി നിർത്തേണ്ടി വരും. ഇനി നമ്മൾ ചാർജർ കൊടുത്തു നോക്കുക. ചാർജർ കൊടുക്കുന്ന സമയത്ത് ചാർജിങ് നമുക്ക് അവിടെ എന്ത് ചെയ്യും, നടക്കും. വേണ്ടോ, ഫോണ് ചാർജ്. ഇനി നമുക്ക് കുറച്ചും കൂടി ഇതായിട്ട് നമ്മൾക്ക് എന്താണ്, കുറച്ചും കൂടി നമ്മൾ ബാറ്ററിയൊക്കെ ബൈക്കിൻ്റെ ബാറ്ററി സെക്ഷൻ കഴിക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നേരിട്ട് ബാറ്ററിയിലേക്ക് തന്നെ പ്ലസും മൈനസും കണക്ട് ചെയ്യാം. അപ്പോഴുള്ള ഗുണം എന്താ വെച്ചാൽ വണ്ടി ഓണാക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനത്തെ കേസിൽ വണ്ടി ഓണാക്കേണ്ടി വരും. അപ്പോൾ ഒരു 12 വോൾട്ടിൻ്റെ സോഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ, അത് ബൈക്കോ അങ്ങനെ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ചാർജർ കൊടുക്കാം. അപ്പോൾ നമുക്ക് വളരെ എമർജൻസി സിറ്റുവേഷനിലൊക്കെ ഇതൊരു ചാർജറായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.